ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. അതിൽ ലെറ്റസ് അസസ്സിലെ 3-4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്കണോമിക് പ്ലാനിങ്? എന്താണ് സാമ്പത്തിക ആസൂത്രണം? അപ്പോൾ ഇതിലെ ആൻസേഴ്സൊക്കെ നമ്മൾ 3 പാർട്ടുകളിലായി പഠിച്ചതാണ്. അപ്പോൾ എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് നോക്കാം. എക്കണോമിക് പ്ലാനിങ് ഈസ് ദ പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ച് ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ സമൂഹത്തിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നടത്തുന്ന പ്ലാനിങ് അല്ലേ? എക്കണോമിക് പ്ലാനിങ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ആക്സിലറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണത്തിന് സുപ്രധാന പങ്കുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. കേന്ദ്രീകൃത ആസൂത്രണവും വികേന്ദ്രീകൃത ആസൂത്രണവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തയ്യാറാക്കുന്നതാണ്. സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഈസ് പ്രിപ്പയർഡ് ഇൻ നാഷണൽ ലെവൽ. എന്നാൽ ഇൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ദ 3 ലെവൽസ് ഓഫ് പഞ്ചായത്ത്സ്, ദ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാവ് ദെയർ റോൾ ഇൻ അച്ചീവിംഗ് ലോക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലാണ്, എന്നാൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ്? ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി അല്ലേ? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത. ഇനി ഓരോ ഒബ്ജക്റ്റീവിനെ കുറിച്ചും 1-2 സെൻറ്റൻസ് കൂടി എഴുതാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവായ ഗ്രോത്തിനെ കുറിച്ച് എന്ത് പറയാം? എക്കണോമിക് ഗ്രോത്ത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ പ്രോഗ്രസ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ രാജ്യ പുരോഗതിക്ക് എന്താണ്? വളർച്ച സഹായകമാണ്. മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. Developments in machinery and technology have led to increase in productivity and simplification of manual labor. It has brought economic progress and saving of time. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപ്പാദന വർധനവിനും മനുഷ്യപ്രയത്നത്തിൻ്റെ ലഘൂകരണത്തിനും കാരണമായി. ഇത് സമയലാഭവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി. അടുത്ത് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വമാണ്. The aim of self-reliance is to attain self-sufficiency in agricultural, industrial and service sectors using the available resources and to avoid foreign dependence. Self-reliance in the development of basic industries and energy will help the economic growth of the nation. എന്താണ് ഈ സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്? ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തിയിട്ട് കൃഷിയിലും വ്യവസായത്തിലും അതുപോലെ സേവന മേഖലയിലും എന്താണ് സ്വയം പര്യാപ്തത നേടുക, അങ്ങനെ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുക. ഇങ്ങനെ അടിസ്ഥാന വ്യവസായങ്ങളിലും അതുപോലെ ഊർജോൽപാദനത്തിലും സ്വയം പര്യാപ്തത നേടുമ്പോൾ അത് സാമ്പത്തിക വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാവും. അടുത്തൊരു ഒബ്ജക്റ്റീവാണ് ഇക്വിറ്റി അല്ലേ? തുല്യത. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി വിൽ ബി അറ്റൈൻഡ് when all citizens receive basic necessities of life such as food, clothing, shelter, education, drinking water, health protection and righteous distribution of wealth. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം. അപ്പോൾ എന്തൊക്കെയാണ് ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് ലക്ഷ്യമെന്നും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലായി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ ഇന്ത്യാസ് എക്കണോമിക് അച്ചീവ്മെൻറ്റ്സ്. ഇന്ത്യയുടെ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് അല്ലേ, നേട്ടങ്ങളെക്കുറിച്ച്, വികസന നേട്ടങ്ങളെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. എന്തൊക്കെയാണ് ഇന്ത്യാസ് എക്കണോമിക് അച്ചീവ്മെൻറ്റ്സ്? ഇന്ത്യയുടെ വികസന നേട്ടങ്ങൾ.
There occurred a quantum jump in food output and a transformation in agriculture through Green Revolution. Green Revolution was made possible through the use of high-yielding seeds, improved irrigation, fertilizers, insecticides, and agriculture finance at low interest rate. The increased food output, especially in wheat and rice, ended our dependence on foreigners and achieved self-sufficiency. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി ഈ കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം അല്ലേ. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും അതുവഴി വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. അപ്പോൾ അതൊരു വികസന നേട്ടമാണ് അല്ലേ, സാമ്പത്തിക നേട്ടമാണ്. എങ്ങനെയാണ്? കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ചതോടെ ഫുഡ് പ്രൊഡക്ഷനിൽ ഗണ്യമായ വർധനവുണ്ടായി. അത് കാരണം നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ, സെൽഫ് സഫിഷ്യൻസി കൈവരിക്കാൻ കഴിഞ്ഞു. അഗ്രികൾച്ചറൽ സെക്ടറിൽ മാത്രമല്ല, ഇന്ത്യ സക്സീഡഡ് ഇൻ ഇൻക്രീസിംഗ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ത്രൂ വൈറ്റ് റെവല്യൂഷൻ ആൻഡ് പ്രോഗ്രസ് ഇൻ ഫിഷറീസ് സെക്ടർ ത്രൂ ബ്ലൂ റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷനിലൂടെ പാലും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവുണ്ടായി. പിന്നെയോ മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവവും ഇന്ത്യയിൽ നടപ്പിലാക്കി. അപ്പോൾ ഇതൊക്കെ എക്കണോമിക് അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ് ഇൻ കണക്ഷൻ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 5-year പ്ലാൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ സമയത്ത് വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ കാർഷിക രംഗത്തും അതുപോലെ മറ്റുള്ള മേഖലകളിലും ഉണ്ടായ നേട്ടങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 5-year പ്ലാൻസും അതുപോലെ എക്കണോമിക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഡ്രെയിൻ തിയറി ആരുടേതാണ്? ദാദാഭായ് നവറോജി. അതുപോലെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 1948. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. അപ്പോൾ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യ. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ആണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വഴിയാണ് 5-year പ്ലാൻസ് ഒക്കെ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ 5-year പ്ലാൻസ്, ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ കാലാവധി 1951 to 56 ആയിരുന്നു. അത് ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ അത് ചോദിക്കാം, ഓരോ 5-year പ്ലാനും ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? അതിൽ ചില 5-year പ്ലാൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ അഗ്രികൾച്ചറൽ സെക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് 5-year പ്ലാനിൻ്റെ ലക്ഷ്യമായിരുന്നു? അത് ഓർമ്മിച്ച് വയ്ക്കുക. 5th 5-year പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവാണ് റിമൂവൽ ഓഫ് പോവർട്ടി. അതുപോലെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് നമ്മൾ പറഞ്ഞു, 9th 5-year പ്ലാൻ. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് 8th 5-year പ്ലാൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം, അത് 12th 5-year പ്ലാൻ. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് അല്ലേ, ഭരണഘടനാ ഭേദഗതികൾ. അത് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1992. അതുവഴി നിലവിൽ വന്ന സംവിധാനം ഏതാണ്? പഞ്ചായത്തി രാജ് ആൻഡ് നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. പിന്നെ 3-tier സിസ്റ്റം ഓഫ് പഞ്ചായത്ത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. പിന്നെ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന സിസ്റ്റമാണ് നീതി ആയോഗ് അല്ലേ, 2015 ജനുവരി 1. ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇത്രയും കൂടി ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തായാലും ഒരുപാട് പെൻഡിങ് ഉണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. ഇനി അടുത്ത ചാപ്റ്റർ വാട്ടർ ഓൺ എർത്ത് ആണ്. നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.